attend a funeral, we always used to hear the Bible verse from Solomon, who said, if you live 1,000 years and if you have 2,000 children, still if you don't enjoy righteousness, goodness, and if you don't get a burial, you are like a stillborn. You are stillborn. I always wondered what it means. Then the light from the Word of God came to me, and I realized what it is. Because in New Testament faith, in New Testament Christianity, Jesus Christ said, whoever takes his cross and follow me, whoever takes his cross and follow me is apt for me. And so what happened on the cross? So every day, so what happened on the cross? On the cross, death happened. Death of Jesus Christ, right? And the resurrection. So, if you do not die every day, if you do not bury yourself every day, once you get out of bed and do not bury yourself, you are not apt for God. That's what it means. Because we know Old New Testament saints, most of them did not get a burial. So it means that you have to bury yourself every day and follow Him. That must be what Amati did, because I don't know, I always talk to Amati, but I know about Avrata, the husband, who was a living testimony in Rani, even at the time of trials and tribulations. So she always denied herself. She buried herself and every day and followed. So that's what Solomon says. If you don't do that, you are like a stillborn, and enjoy righteousness, enjoy goodness, which is Jesus Christ Himself. So if you don't deny yourself, if you don't bury yourself, kill yourself, and enjoy Jesus Christ every day on a daily basis, you are not fit for Jesus Christ. Thank you, Aja. Thank you for giving me an opportunity to talk. All my condolences, and on behalf of the Boston St. Stephen's Nanaya Church and the other church in Boston, all my heartfelt condolences for Amati and the bereaving family. Thank you. Thank you, Jamahi. Father Steve Thomas, you speak to us now. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ശമാശന്മാരെ, കർത്താവിൽ പ്രിയമുള്ളവരെ, കുഞ്ഞവറാശായൻ്റെ മരണത്തിന് ശേഷം ഈ ദേവാലയത്തിൽ വീണ്ടും നാം അഭിവന്യ തിരുമേനി പറഞ്ഞതുപോലെ, കൽപ്പിച്ചതുപോലെ ഈ പ്രിയപ്പെട്ട ചിന്നമ്മ കൊച്ചമ്മയുടെ യാത്രയയപ്പിനായിട്ട് കൂടി വന്നിരിക്കുന്നു. ഈ ശുശ്രൂഷകളുടെ അവസാന ഘട്ടത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ഇവിടെ നാം കേട്ടതായ എല്ലാ പ്രസംഗങ്ങളും മരണത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ പ്രത്യേക ചിന്തകൾ, നമ്മുടെ അറിവ്, സഭയുടെ പഠിപ്പിക്കൽ ധാരാളമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നതിനേക്കാൾ കൂടുതലായി വ്യക്തിപരമായിട്ട് ഈ പ്രിയപ്പെട്ട ദാസിയുടെ ജീവിതത്തിൽ ലഭിച്ചതായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. 90-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മനുഷ്യന്റെ ആയുഷ്കാലം 70 ഏറെയായാൽ 80. അതിനപ്പുറമുള്ളതായ ഒരു ജീവിതം ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ലഭിച്ചു. 88 വയസ്സോളം വർഷം ജീവിച്ചിരിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്നതായ ആയുസിൻ്റെ ബോണസ് അനുഭവിക്കുവാൻ സാധിച്ചതായ ഭാഗ്യം ലഭിച്ചു. മക്കള്
കൊച്ചുമക്കൾ അവരുടെയൊക്കെ പ്രിയപ്പെട്ട ഭവനത്തിൽ അവരുടെ ലാളനയിൽ അവരുടെ വാത്സല്യം അനുഭവിക്കുന്നതിനുള്ളതായ ഭാഗ്യം ലഭിച്ചു. ബഹുമാനങ്ങളും സ്നേഹങ്ങളും ശുശ്രൂഷകളും ഒക്കെ ലഭിച്ചു. അങ്ങനെ ഭൗതിക പ്രകാരം എല്ലാവിധ നന്മകളും അനുഭവിച്ച്, പ്രത്യേകിച്ച് നമുക്കറിയാം കുഞ്ഞുറാച്ചാന്റെ ജീവിതത്തിലെ ദേവാലയത്തോടും സഭയോടും ഉള്ളതായ പ്രത്യേക കടപ്പാടിലെ പ്രാർത്ഥനയുടെ ജീവിതാനുഭവത്തിൽ കഴിയുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ പ്രത്യേകമായിട്ടുള്ള ഒരു രീതി ഈ അമ്മച്ചിയെ കാണുന്ന അവസരത്തിൽ നമുക്ക് ദർശിക്കുവാനിടയായിട്ടുണ്ട്. എപ്പോഴും ദേവാലയത്തിലേക്ക് കടന്നു വന്ന് കാണുന്ന അവസരത്തിൽ അടുത്തു വന്ന അച്ഛൻ അവസാന കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ കണ്ണിനെ കാഴ്ച മങ്ങിയിട്ടുണ്ടെങ്കിലും ആ ശബ്ദം കേൾക്കുമ്പോൾ ആരാണെന്ന് അറിയുവാനുള്ളതായ ആ തിരിച്ചറിവ് ദൈവം തമ്പുരാൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് ശബ്ദം കേട്ടിട്ട് വാത്സല്യപൂർവ്വം അടുത്തു എന്ന് പറയും, അച്ഛൻ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. അങ്ങനെ എല്ലാവരെയും അന്വേഷിക്കുകയും സ്നേഹത്തോടും പ്രത്യേകമായ താല്പര്യത്തോടും കൂടി കാണുവാനും ഉള്ളതായ ഭൗതിക സൗഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട ദാസിയാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് ലഭിക്കേണ്ടത്, പ്രത്യേകിച്ച് തിരുമേനിയുടെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞ സംഗതി, നമുക്കുള്ളതായ പ്രത്യാശ എന്ന് പറയുന്നതാണ് വലുതായിട്ടുള്ളത്. ഈ ഭൗതിക ജീവിതത്തിനപ്പുറമായിട്ട് ആത്മീക ജീവിതത്തിലുള്ളതായ സൗഭാഗ്യാവസ്ഥ, സ്വർഗരാജ്യത്തിന്റെ അനുഭവം, അത് ലഭിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ലക്ഷ്യമായിട്ടുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ അമ്മച്ചിക്ക് സാധിച്ചു. അതുകൊണ്ട് ഇന്ന് യാത്ര അയക്കുന്ന അവസരത്തിൽ ദുഃഖത്തെക്കാൾ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ചുമതലകളെ നിർവഹിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാവേണ്ടത്. പ്രാർത്ഥനാപൂർവം യാത്ര അയക്കുവാനും തുടർന്നുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ പ്രാർത്ഥനയിൽ ഓർക്കുവാനുള്ളതായ ചുമതലയാണ് ബന്ധുമിത്രാദികൾക്കും പ്രിയപ്പെട്ടവർക്കും അവശേഷിക്കുന്നത്. അത് നിർവഹിക്കുവാനാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഈ അനുഭവത്തിൽ പ്രത്യേകമായിട്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ വളരെ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതായ ഒരു ജീവിതമായിരുന്നു കുഞ്ഞവറാച്ചായനും ഈ ചിന്നമ്മ കൊച്ചിനും ഉണ്ടായിരുന്നത്. അത് പ്രത്യേകം ഓർക്കുകയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുകയും ആ കുടുംബത്തോടുള്ളതായ അനുശോചനം അറിയിച്ചുകൊണ്ട് ദൈവാതിരുസന്നിധിയിലെ കർത്തൃദാസി ഓർത്ത് പ്രാർത്ഥിക്കുവാനും എല്ലാ നന്മകളും എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും ലഭിച്ച് കടന്നു പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകാത്തതായ നിത്യജീവന്റെ അനുഭവം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിക്കും. ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ശമാശന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കഴിഞ്ഞ 8 പതിറ്റാണ്ട് ഈ ലോകത്തിലെ തികഞ്ഞ ഒരു സത്യക്രിസ്ത്യാനിയായി ജീവിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ ഈ പ്രിയപ്പെട്ട മാതാവ് എനിക്ക് വർഷങ്ങളായിട്ടറിയാം. ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. ഞാൻ വെണ്ണിക്കുളത്തും മണിമലയാറിനക്കരത്ത് പള്ളിയോട് ചേർന്ന് അമ്മാമ്മ എത്തിക്കാറുണ്ട്. അമ്മാമ്മയുടെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. കാരണം പ്രാർത്ഥനയുടെ ഇന്നും പ്രാർത്ഥിക്കുകയും മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ഒരു മാതാവുമുണ്ട്. ഏത് പ്രായത്തിലാണെങ്കിലും മാതാപിതാക്കൾ മരിച്ചാൽ മക്കൾക്ക് വളരെയേറെ വേദനയാണ്. കാരണം അവരെ അതുപോലെ സ്നേഹിക്കുന്ന ഈ ലോകത്തിൽ ആരുമില്ല. അതാണ് ഒരു സത്യം. ഈ അവസരത്തിൽ 34-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കും എല്ലാ ബന്ധുക്കൾക്കും ഈ ജീവനുള്ള ദൈവവചനം
ആശ്വാസവും പ്രത്യാശയും കൊടുക്കട്ടെ. മറ്റുള്ളവർക്ക് മാതാപിതാക്കളെ പോലെ സ്നേഹിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കൽ വടക്കാമണിയിലെ അപ്പാപ്പ ഒരിക്കൽ ബേസ്മെൻറ്റേച്ചനോട് പറഞ്ഞു. നാട്ടിലിങ്ങനെ പഴയ കാലത്തൊക്കെ ഓടില്ല പോലെ ഇങ്ങനെ പെര തെഞ്ഞിട്ടിരുന്നെ ഒരു മകനിങ്ങനെ പണിക്കാരുടെ കൂടെ ഓലയ്ക്ക് കെട്ടി കൊടുക്കുക. ആ അവസരത്തിൽ ഈ അപ്പനെ താഴെ ഒരു ടവല് അങ്ങനത്തെ വലയിരുന്ന നല്ല വെയിലുണ്ട്. നാളെ മോനെ നീ വെയിൽ കൊള്ളാതെ തലയിലിട്ടണം. ഉടനെ ആ മകനെ ആ ടവല് തിരിച്ച് അപ്പൻ്റെ കയ്യിലോട്ട് എറിഞ്ഞു കൊടുത്ത് പറഞ്ഞു, അപ്പം എൻ്റെ മോനെ അവിടെ ഇരിപ്പുണ്ട് കളിക്കുക, അത് വെയിൽ കൊള്ളണം. അതാണ് പറഞ്ഞ മാതാപിതാക്കളെ പോലെ ജന്മം നൽകിയ പിതാവും നൊന്ത് പ്രസവിച്ച മാതാവും സ്നേഹിക്കുന്ന പോലെ മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയില്ല. ഈ മാതാവ് അവരുടെ അപ്പനും അമ്മയും ഈ വളരെ വർഷങ്ങളായിട്ടറിയാം. പെങ്ങലിലെ ചണ്ടാന്തിപ്പള്ളി ചൊല്ലുന്ന സമയം പോലെ എനിക്കറിയാം. അവരെ മക്കൾക്ക് വേണ്ടി എത്രയേറെ കണ്ണുകൾ ഒഴുകിയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. സാധാരണ വേസ്റ്റ് വരുമ്പോൾ എന്നും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ നടത്തിയതിനെ കൈയാട്ടി വിളിക്കും, ഞാൻ ലക്ഷണങ്ങളൊക്കെ അറിയിക്കും. അപ്പം എന്നെ കണ്ടിട്ട് അച്ചാൻകുട്ടി ചോദിക്കും, വൈഫിനോട് ചോദിക്കും, എന്താ ഇതായനെ ഇന്ന് കണ്ടിട്ടില്ലോ ചോദിക്കും. നമ്മളെ കണ്ടില്ലെങ്കിലേ അന്വേഷിക്കാറുണ്ടായിരുന്ന ഇടവരകളാൽ കൂടി ദൈവസന്നിധിയിൽ പോയിരിക്കുകയാണ്. ക്രിസ്ത്യാനികളായ നമുക്ക് ദുഃഖത്തിന് അവകാശമില്ല, കാരണം നമുക്കെയും നിത്യതയിൽ വിശ്വസിക്കുന്നവരാണ്. പ്രിയപ്പെട്ട മാതാവിനെ നിത്യതയിൽ കാണുവാൻ വേണ്ടി നമുക്കെയും പ്രാർത്ഥിക്കാം. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഏത് സാഹചര്യത്തിലായിരുന്നാലും ദുഃഖകരമാണ്. നമുക്കെയും കുർബാനയിൽ പതിവായിട്ട് ചെല്ലാറുള്ളതായ ഒരു ഭാഗമാണ്. നല്ലൊരു അവസാനത്തിന് ഞങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കണമേ. ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാ വിധത്തിലും നല്ലൊരു അവസാനത്തിന് യോഗ്യമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു അവസാനം ലഭിച്ച നമുക്ക് ദുഃഖത്തിന് അവകാശമില്ല. നമുക്ക് സന്തോഷിക്കുകയാണ് വേണ്ടത്. നമുക്ക് ആഘോഷമായി സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യണം, ചെയ്യാനുള്ളത്. എനിക്ക് വളരെ ചെറുപ്പം മുതലേയുള്ള പരിചയമാണ്. ആ കുടുംബവുമായിട്ട് ബന്ധമുള്ള വ്യക്തി എന്ന നിലയിൽ എന്നോട് പ്രത്യേക വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് വളരെ കുഞ്ഞിലെ മുതൽ എന്നോട് ഇടപെട്ടിട്ടുള്ളത്. ആ സ്നേഹവായ്പകളൊക്കെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഓടിയെത്തുന്നത് ലിവിങ് ഹിസ്റ്ററി കമ്പ്യൂട്ടർ. ഏത് കാര്യങ്ങളും ഇതിനെപ്പറ്റി ചോദിച്ചാൽ മതി. ഇന്ന സമയത്ത് ഇന്ന വർഷം നടന്നു എന്നുള്ളത് യാതൊരു മറവില്ലാതെ പറയുവാൻ ഉന്നമിച്ചിക്ക് കഴിഞ്ഞിരുന്നു. ആരുടെയെങ്കിലും ബന്ധങ്ങൾ അറിയണമെങ്കിൽ ഉന്നമിച്ചോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഉന്നമിച്ചി തലമുറകളിലൂടെ കടന്നുപോയി ആ ബന്ധം പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഉന്നമിച്ചിക്ക് ഉണ്ടായിരുന്നതായ ആ കഴിവ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉന്നമിച്ചയെ കൊണ്ട് ഒരു ഹിസ്റ്ററി എഴുതണമെന്നൊക്കെ ഞങ്ങൾ കുഞ്ഞോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉന്നമിച്ചി കടന്നുപോയത്. നല്ല ബഹുമാനപ്പെട്ട ജേക്കബച്ചൻ സൂചിപ്പിച്ചതുപോലെ 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ജേക്കബച്ചനും കൂടെ ഉന്നമിച്ചിയെ കുർബാന കൊടുക്കുവാനായിട്ട് അവിടെ വീട്ടിൽ പോയി ഉന്നമിച്ചി അടുത്ത് സംസാരിച്ചു. ആ സമയത്തൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം,
ഇന്ന രീതിയിലൊക്കെ ചെയ്യണമെന്ന് ഞങ്ങളൊക്കെ പറയുകയും അതിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എല്ലാം ദീർഘവർഷത്തോടുകൂടി കുഞ്ഞുമ്മച്ചി കാര്യങ്ങളെല്ലാം ചെയ്തു. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെത്താനെ സഫർ ചെയ്യാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാനുള്ളതായ ആ അനുഗ്രഹം, വലിയ അനുഗ്രഹം കുഞ്ഞുമ്മച്ചിക്ക് ലഭിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോയി 2-4 മണിക്ക് പോയി കാണുവാനുള്ള അവസരം ഉണ്ടായി. അതിനുശേഷം അന്ന് പോയിട്ട് തന്നെ 9 മണിക്ക് ഞാൻ ബഹുമാനപ്പെട്ട കൂടെ തൈലാഭിഷേകം ശുശ്രൂഷ നടത്തി. 4 മണിക്ക് എന്നപ്പോൾ ബോധമുണ്ടായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെയും സമ്മതിച്ചുകൊണ്ട് തലവിളിക്കുകയും ഒക്കെ ചെയ്തു. ഇന്നലെ 9:30 ചെല്ലുമ്പോൾ ബോധമുണ്ടായിരുന്നെങ്കിലും കണ്ണു തുറക്കുവാൻ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാൻ സാധിച്ചു. തൈലാഭിഷേകം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ബലമായിട്ട് മുറുകെ മച്ചി പിടിക്കുകയുണ്ടായി. ഞാൻ നല്ല പോർപ്പെടുത്തു, ഓട്ടം തികച്ചു. നീതിയുടെ കീഴ എനിക്കായിട്ട് കരുതി വച്ചിരിക്കുന്നുവെന്ന് പൗലോസ്ലീഹയുടെ വചനങ്ങൾ അമ്മച്ചിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമാണ്. ഈ ഇടവയുടെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ എല്ലാ അനുശോചനങ്ങളും അറിയിക്കട്ടെ. ഇടവയുടെ അന്തിമോചാരം എന്ന നിലയിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട സെക്രട്ടറിയും ട്രസ്റ്റിയും കൂടി ചേർന്ന് ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ചതായ ശോശപ്പ മൃതദേഹത്തിൽ ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. At this time, Mrs. grandchildren and Sarah will speak. Good afternoon, everyone. My name is Anu Panwell, and I am Mamaji's second youngest grandchild. And my name is Sarah Panwell, and I am Amaji's youngest grandchild. Today, we are not here to mourn Amaji's death, but instead to celebrate her life. In Amaji's 88 years of life, she birthed 6 kids and had 13 grandchildren and 16 great-grandchildren. She lived on and off with that family for 20 years. She was a God-fearing woman with great spirit, a big heart, and a great love for her family. Not only did she raise me, she was like a second mother to us. I feel truly blessed to have lived with her most of my life because we created an endless amount of memories. I called Amaji my roommate because our rooms are right next door to each other. One thing I will never forget is how much she drove me crazy when she made me switch rooms with her 100 times because she claimed her room was never warm enough. But Amaji, I would do it again 100 more times if that meant we could be more comfortable and satisfied. Amaji was the type of person that hated burdening others. Even being 88 years old, she did everything on her own, and when she needed help, she apologized 1,000,000 times for having to bother us. One thing me and Sarah liked to do for her was tie her hair when her shoulder hurt her. We would come up with all these funny hairstyles, which made Amaji laugh hysterically. That's another thing that Amaji was known for, her laugh. She truly loved to laugh and smile. Amaji taught us a lot. She had all these crazy explanations for things which made complete sense when we were younger, but we know make absolutely no sense now.
Amachi is the reason why I love pickle. Some of you may know it as achar. I used to hate spicy food until Amachi yelled at me and told me that if I don't eat it, all the germs in my body would eat me alive. So now I'm obsessed with pickle. And yes, I still believe that. There is a phrase, the older the wiser, that specifically pertains to our Amachi. You could ask her about old stories and family relations, and she could tell you exact details and everything. We say her memory became sharper with age. For those of you who know our Amachi personally, then you know about this thing she had called the grip. The grip is when Amachi sets her eyes on you and you're standing too close. She grabs your arm and makes you listen to her stories for hours and hours. These stories are usually about how you two are related and all the memories she's had with your relatives you didn't even know existed. Amachi, I'm going to miss waking up to you singing songs and reciting Bible verses. I'm going to miss your never-ending stories. And I'm especially going to miss seeing your face every single day. Amachi, we love you and we'll truly miss you. And we just want you to know nothing you ever asked us to do was a burden. We are at peace now knowing that you are finally reunited with Amachi. And you two are watching over us together and feeling blessed about the legacy you two left behind. Last but not least, Amachi, I really hope you learned English in heaven, because I know you didn't really understand this entire speech. Thank you, and Sarah. Now, Anjali and David. Hello everyone. Amachi is our great grandma. Some may wonder why we call her Amachi, but that's because when we were younger, it was really tough to say Amachi. Amachi was a strong, bold, beautiful woman. She had big, old goggle glasses that most babies were afraid of, but was like home to me. One thing in particular that I remember about Amachi is her Malaysian parotas. Anyone that knows Amachi knows that she has a stack of Malaysian parotas in every one of her kids' freezers. However, when I asked them if I could eat one, they would all say no, that's Amachi's. And I would wonder what's so special about these Malaysian parotas that I can't eat. So I asked Amachi, and she would always say yes to me. When I picture Amachi, I can see her sitting down with a big, bright smile, showing all her teeth looking up at us. Every time I went to Kunyamichi's house, I went upstairs to say hi to her in her room and asked, and she was so excited. She would always ask if my mom came and if I was sleeping over. She even mistaked Anoandi for me all the time, which made me happy, because I think she secretly loved me more. Hence her sad reaction when she realized Anoandi wasn't me. Of course, this is just a joke, because Amachi had enough love to shower upon all of us. She was so proud to call us her great-grandchildren, and she would introduce us to anyone she could. Although we found this annoying at times because we just wanted to play, I realized this is just something I already miss. If Amachi was here right now, I'm sure she would introduce you all to me and let you know what grade and school year I'm in also. Some people are not even fortunate enough to know their grandmother, but I'm fortunate enough to know my great-grandmother, and I'm forever thankful. I at least know I inherited one thing from her. Look at all my cousins like Nevin, Alvin, Joshua, Jalissa. They're all so tall, but I got my Amachi's height. I love her and miss her very much, but I know she's in heaven right now with our Amachi, introducing him to people that he already known for years, but she just met. Whenever I think of my Amachi, the first thought that always came into my mind was that beautiful smile of hers. I feel like her smile could just lighten up the room and just make the saddest person happy. Whenever I saw it, it brightened my heart and put joy in my mind. I remember this one time when I was little, and I tried to sleep over at Manuani and Sarandi's house, but my dad would never let me sleep over. And
I remember going in a corner and just like being sad, and I was about to cry when Amachi came up to me, and she just started talking to me, and she started smiling at me. She talked to me for a little, and once I saw that signature smile of hers, it made me smile right back, and it made me start laughing. We laughed and smiled for so long that I completely forgot about the whole sleepover, and I just lost I just lost what I was thinking of, and the sadness was overcome with happiness. Being the oldest of her 16 great-grandchildren, my mom made sure that whenever I saw her at any event, no matter the time, that I would always speak to her and have a conversation with her. When I was younger and when I was little, I would always be mad because I honestly wouldn't want to talk to her because I'd want to play or do something like that. But as I got older and older, it started just becoming more fun, and nobody would have to tell me. I would just want to talk to her. I would just have longer and longer conversations with her, and we just talked about different things every time. We talked about her childhood. She talked about our life, and she would always ask me how I was doing and everything, and it made me feel special. It made me feel loved. She talked about how different her life was living in India and the stories of her childhood. Her stories made me feel blessed just for being her great-grandchild. She told me about her struggles and her hardships, and it made me feel proud of her and for her. Amachi also instilled many spiritual pillars in me, which I still hold dear to my heart today. And whether Amachi knows it or not, she taught me many valuable lessons that I still cherish every day. Thank you. Thank you, Anjali and David. And finally, Harajit and Raju. Hello, everyone. I'm standing here today just to say a few words about our Amachi. For those who don't know me, my name is Renju. I'm one of her only 2 grandsons out of 13 grandchildren. And standing here with me is Renju Chachi, her eldest grandson. Eldest grandson. I've been thinking about what to say for some time now, and I don't know where to begin, since so many memories are coming to my mind. If you read Psalms 90 verses 10, it says, "Our days may come to 70 years or 80, if our strength endures. Yet the best of them are but trouble and sorrows, for they quickly pass and we fly away." So it was a blessing to our Amachi that she was able to live until the age of 88. And to see the blessings of her children, her 13 grandchildren, and 16 great-grandchildren. One thing that I loved about my Amachi was her love of her family. She loved spending time with the children, grandchildren, and great-grandchildren. Amachi always inquired when I would come to see her, and sometimes even had Anu and Sarah call me if I was running late. And she always wanted me to bring my son with her. The smile on her face when she saw us, especially my son, was always priceless. So during her last few years, when she mostly was confined to her room, unable to go places, I believe it affected her a lot. But since Amachi was spiritual, she always told me she talked to God and always felt His presence. And because of this, it didn't bother her. No matter what time of the day I came to see her, Amachi was always praying, reading the Bible, or singing spiritual songs. And she knew the Bible
like the back of her hand, and was able to recite it, the Bible, whenever she had to counsel me or yell at me. I believe her prayers blessed our family a lot. As many of you know already, and as many have said, she loved to talk. She loved to entertain us with her stories, but she also gave us spiritual advice, life lessons, and wisdom. Every time I visited her, she would talk to me nonstop until it was time to leave. And she always had so much to say. Her stories were always so intriguing that it always amazed me how she remembered all the small details, such as what the person was wearing, and to the exact phrases the person said. One of her stories that I remember was that of my father. She always claimed that my dad was very mischievous when he was young. And since they lived in front of a river in India, my dad's pastime was to swim and grab all the wood and logs that floated down the river and bring it to shore. One day during a flood, when the river was flowing, my dad saw a log and decided to jump after it. But since the currents were so strong, it swept him downstream. She said she was watching from the shore and started to yell out to the bystanders, but no one was crazy enough to jump into the flooded river. She told us that she literally stood there watching as my dad was carried down the stream and disappeared. She said she cried out to God at that time, thinking that my dad had drowned. But miraculously, my dad walked home as if nothing happened. She believed to this day that God saved her son. She always gave us advice and constructive criticism regarding all matters of life, and was always straightforward. She never kept anything in her heart and told us as it is. She always advised me to fear God, and and with God nothing is impossible. She wanted me to be a mature adult, and she always yelled at me and said, and for some reason, she always saw me as a little grandchild. Even though we will miss her greatly, and it's painful not to have her presence with us, I know that she's in a better place now, and without any pain and suffering, smiling down on us, united with our opportunity. I have the hope that one day we will see her again in heaven. Please continue to pray for us during this time. The loss of a loved one is never something that can properly be explained or expressed through words alone. On behalf of my whole family, I want to thank you all for being here today to honor and celebrate the life and accomplishments of our grandmother, Chinnamma Abraham Bunputney. Amachi has meant a lot to so many people, and your presence here signifies just how many lives she has impacted during her 88 years here on earth. She has been a constant throughout my whole life, for as far as I can remember. To me, it's the little things that stand out the most. Her loving smile, cheerful laugh, and the glimmer in her eyes every time I hugged her. She was always so happy whenever she saw me and the kids, and I will cherish forever the time I had with her. I'm sure everyone here has memories much like mine. They are good memories, something we'll always have to remember Amachi by. Family was not the most important thing to Amachi. It was the only thing for her. Whenever I did get a chance to visit Amachi, I knew I needed to be prepared to stay with her for a while. She could sit for hours, telling me stories of Bilyami, Achin, Mom, Vachendi, Kunyendi, everybody growing up. She was such a great storyteller. She would make me feel like I was there growing up with them. I'm sure I know stories about them that they don't even remember from their days growing up. She loved sharing these memories with me and all of our family.
There is no doubt in my mind that she made her love, compassion, and presence known to her 6 kids, 13 grandchildren, and 16 great-grandchildren. The kind of love Amachi felt for us was a love without condition. She would be so honored and happy to know that in her passing, she was able to bring her whole family together to celebrate the legacy her and Amachi built. It's just fitting in my eyes that she has moved on during Thanksgiving week, the time when we should be with family and loved ones. It is a time to be thankful for the things you have in life. Sometimes in the hustle and bustle of life, you can forget the little things that matter most. I urge everyone to make sure you take a second every once in a while and tell your loved ones that you love them. Sometimes actually saying it instead of just assuming they know makes a huge difference. Amachi was a part of the sorority of women from Carolina that I would coin the Chaka and Women Mafia. They are definitely a top-class, rare breed of their own, and they just don't make Amachis like that anymore. Amachi was a strong, independent-minded woman who was never afraid to let her feelings be known. She lived her life the way she wanted, with a strong spiritual faith, and with the knowledge that God would be there every step of the way with her. Her readiness to join Apachin and God and move on peacefully, without suffering, while being surrounded by family and loved ones, is the silver lining to the otherwise sad thoughts that I will not be able to hold her in my arms again or pet her beautiful white hair. I know she's only moved on physically, and she will always be there for all of us, in spirit, watching over us all, and being the angel she has always been in all of our lives. Once again, my whole family truly thanks everyone that has kept us in their prayers and provided us with much love and support. I could stand here for quite some time and thank everybody that has helped and been a part of Amachi's life, but I'd like to thank a couple people specifically. I'd like to thank Dr. James Abraham, who was there to take care of Amachi for all her years here in America. He took care of her like she was his own mother. We appreciate everything he has done for her. I'd like to thank His Eminence More Cyril Ephraim Kareem for leading the Holy Mass and funeral services. His words were immensely kind and touching to me and to our family. We want to give a special thank you to His Eminence Silvanos Ayub, our parish bishop, who visited our Amachi during her times at my aunt and uncle's house and at the hospital bed. The Domain also came to the prayer meeting at their house and gave a prayer at the funeral home before he headed to Houston. Special thanks to Nahi Hachin and Chapa Chachin, who visited Amachi a couple hours before her death to administer her last rites. Thanks to our Vicar Tambiachin and Lailachin for their support and prayer during our difficult times. The family would like to also thank all the Achins and Champachins that are here and those who couldn't come here but called and consoled us. We want to thank the church officials for all their support, the Vogue Funeral Home, TriStar for the video, and Sitar Palace for providing food and refreshments. We want everyone to please come back to the church after the cemetery burial for food and refreshments. Thank you. If you have ever met Amachi, you would know that she loved to pray. Whether it be morning or night, lunch or dinner, you would never miss Amachi praying. Amachi was moved by her faith, and it was her faith that kept her moving throughout her life. Amachi was the type of woman who would sing Malayalam hymns at the top of her voice and not care what anyone said, because she knew that her connection with the Lord was so strong. I remember visiting Amachi just a couple of months ago, and she would constantly tell me to always pray, and that God grants the wishes of His children. She also told me about old stories of Mummy in India, and of all the things that she used to do, and now I know that I wasn't so bad. I know that Amachi is watching us now from heaven, and I hope that she was there praying for us, and I know that she was with Amachi, and there with us, and there with our family. We have many memories of our Amachi, but what we can always understand is that her connection with God is as strong as that of everyone. She loved to pray, and that was something she instilled in all her family members, especially her great-grandchildren.
She instilled the fundamental values of prayer into us each and every day that we talked to her. We communicated with her, and we would know that she knew that our love for God should be at its highest peak at all times. Chinnamma, she made prayer our number one priority out of all her great-grandchildren. It was her number one priority to make sure that we understand that God will keep us safe and will always protect us and lead us to a better life. We understand that the impact of Chinnamma on all of our lives is incredible, from all of her glorious stories and from her incredible experiences that she always shared with us. We understood that Chinnamma is something more special than anything else. She was the woman who showed us the way. She showed us the path with salvation and how to be connected with God. Prayer was number one in our heart, and it became number one in our heart. Amaji will continue to be loved forever, and we can see that she was an incredible woman. Spending time with Amaji was always something to do with God. Those who have known her would know that her goal was always to be with God and to always be praying with her. After Amaji passed away, Amaji was the leading voice in prayer in her family. She would be so deep in prayer that she would cry and cry and cry, and she would always have tears of joy. Amaji was a great example for prayer. Amaji's prayer influenced and guided the lives of her children, grandchildren, and her great-great-grandchildren. Amaji was the greatest believers in Christ. If you knew her, you would understand how meaningful and special she was in our lives. And we thank you all for being here today. At the end of the day, we can confidently say that we were proud to be her great-grandchildren. We understood what she meant to us, and her impact will always be loved forever. Please continue to pray for her. Thank you. Beguhayo, Nesuho.
വൈകിയിരിക്കുന്നതിനാൽ ഇച്ചിരി സ്പീഡപ്പ് ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹത്തിലേക്ക് അഡ്വോക്കേറ്റ്. തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃവിധ പ്രകാരവും ഈ ദാസിയായി താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായങ്ങൾ അയച്ചു കൊടുക്കണമേ. ഈ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്നതായ ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൾ വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് അയാളെ ആനയിക്കുകയും ചെയ്യണമേ. സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും
എന്നേക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകട്ടെ. സംരക്ഷണത്തിനും ക്രിസ്താവന്മാരുടെ ആനന്ദനുമായ പിതാവിന്റെയും പുത്രനെയും പരിസരവാളയ നാമത്തിൽ നിത്യന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. തന്മതികാരം ചെയ്യും വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാരും ചിതറിലകിലാൻ നേടും തേജസാത്മ കൂടുതലും നാശം കൂടാതുവരേർക്കും സുത്യൻ മാതാമറിയാൻ തൻ സോദരനാകും ലാഭോ സാധിച്ചെന്നാലും ജീവൻ കൽപ്പിച്ചൊന്നിജൻ അപ്പോഴായിരോ ജീവിച്ചാൽ മുതലും ജനിൽ ജീവിക്കും നിന്നാഹ്വാനത്താൽ വാർക്കുമോ മൺമേനാമോദായി നിതയും തള്ളിയ മൺമേനെ ഖേദിക്കേണ്ട നീ പ്രതിയും ജീവനുമേ കീടും മണ്ണാകുന്നു, മണ്ണിലേക്ക് ചേരും, വീണ്ടും നഗരിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ചെയ്ത പ്രകാരം കർത്താവ് വിശ്വം വിലാസിൽ എഴുതിയിരിക്കുന്നു. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നിൻ കൃപയിൽ
നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ ബലഹീനതയോട് ഉത്തരവള്ളി ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നിൽ ശരണം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ കർത്തൃദാസിയുടെ പാപപരിഹാരം നൽകുകയും ചെയ്യുമാറാകണമേ. ദിവസത്തെ വിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടി ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന മിശിഹായുടെ പ്രത്യേക ദൈവം തന്റെ നിർമ്മലമായ ദൃഷ്ടികൾ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോട് പ്രാർത്ഥിക്കാം. കർത്താവെ, സന്തോഷപൂർണമായ ഉന്നത സ്ഥാനത്ത് സാനുകൾക്ക് നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവുകൾക്ക് നൽകുമാറാകട്ടെ. കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവികളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യഹൃദയത്തെ ആഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നതുമായ വാഗ്ദാനം കർത്താവ് ദാസിക്ക് നൽകുമാറാകട്ടെ. കർത്താവുകളുടെ പാപങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശപൂർണമായി ലോകത്തിൽ വെച്ച് ഇവൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും ദൈവം മായ്ച്ചു കളയും. തൻ്റെ മഹാകരുണയാൽ അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാരിൽ കരുണ കഴിയുന്നതായ സമയത്ത് ഈ നിന്റെ ദാസിലും കരുണ ചെയ്യുമാറാകണമേ. കൃപാലുവായി തന്നെ കോപിച്ച ദുഷ്ടന്മാരോട് ദൈവം പ്രതികാരം ചെയ്യുന്ന സമയത്ത് കരുണ ആവശ്യമായി വരുന്ന ആ ദിവസത്തെ ദൈവം ഇവൾ കരുണ ചെയ്യട്ടെ. ദൈവം തൻ്റെ വിശുദ്ധന്മാരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ ഇവളെ ആനന്ദിപ്പിക്കട്ടെ. ആ ദരിദ്രനായ ലാസറിനോടുകൂടെ ഇവളെയും ദൈവം ആനന്ദിപ്പിക്കട്ടെ. കാരുണ്യവാനാകുന്ന നല്ല എണ്ണ കൊണ്ട് തങ്ങളുടെ ദീപേക്ഷികൾ കെട്ടുപോകാൻ സൂക്ഷിച്ച ബുദ്ധിമതികളായ 5 കന്യമാരോടൊപ്പം ദൈവം ഈ ദാസിയെ ആനന്ദിപ്പിക്കുമാറാകട്ടെ. നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റ് ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമർദ്ദയത്തോടും വെടിപ്പോടും വിശുദ്ധരും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹാൽ നമുക്ക് ഉത്തമരലും ഐശ്വര്യപൂർണ്ണമായ ശ്രീപൂർണ്ണാർത്ഥത്തിൽ കർത്താവ് നിങ്ങളുടെ ആർക്കും മറുപടി ഐശ്വര്യം ചെയ്യും. എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യം വന്ന് അനുഭവിച്ചുകൊള്ളുന്ന സംരംഭപ്രദമായ ശുദ്ധം കേൾക്കുവാനും ദൈവം നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളുടെ പിതാപരതരെയും തൻ്റെ സ്ഥലത്ത് വാസിക്കുന്ന മിശിഹായുടെ ദാസിയുടെയും പാവങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിടെ തൻ്റെ വലത്തുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആരും മനുഷ്യ പാവം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ കൂടാരം കർത്താവ് അതേ സ്ഥാനത്ത് തന്നെ അവരുടെ വാസവാന്യമായി തിരുമാറാകട്ടെ. ദേവനായമറിയാവിൻ്റെ സ്രോതസ്സുമാരും പ്രാർത്ഥനാസഭയിലും ഈ ഭൗമിക സഭയിലും എല്ലാം സാധിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥന അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം തന്നെ ശ്രമിക്കുന്ന ദാസൻ ആരാധകമായവരുടെ കൃപയോട് ആശ്രയിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തുമായ ദൈവത്തിന് കരുണയെന്ന് കണ്ട രോഗങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീകമായ ശുശ്രൂഷയും ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവെ, ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന അത്യുന്നത സിംഹാസനത്തിനു മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി ആക്കി തീർക്കുമാറാകണമേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ
ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാൻ നാഥൻ്റെ ചാരി, പിറ്റേന്നൊപ്പമുണർന്നിടാം. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാൻ നാഥൻ്റെ ചാരി, പിറ്റേന്നൊപ്പമുണർന്നിടാം.